അബ്ദുല്ലാഹി സാഹിബ് ഈ ചടങ്ങിന് സ്വാഗതം ഓതുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വസഹ്ബിനാ മുഹമ്മദ്. ബഹുമാനപ്പെട്ട മഹാരഥന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാരെ, സാദാത്തുക്കളെ, പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ പ്രൗഢമായ സദസ്സിന് വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ സ്വാഗതം പറയുകയാണ് എന്റെ കടമ. കണ്ണൂർ ജില്ല സംയുക്ത മഹല്ല് മുസ്ലിം ജമാഅത്തിന്റെ ഖാദിയായിരുന്ന മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ അൽ അസ്ഹരി അവർകൾ പ്രായാധിക്യവും അനാരോഗ്യവും കാരണം സ്ഥാനത്ത് തുടരാൻ സാധ്യമല്ല എന്നറിയിച്ച സാഹചര്യത്തിൽ മഹാനവറുകളുടെ സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റും മുസ്ലിം കൈരളിയുടെ ആത്മീയ ആചാര്യനും ആയ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ മഹാനവറുകളെ ഈ ജില്ലയിലെ മഹല്ലുകളുടെ ബൈഅത്ത് ചെയ്യപ്പെട്ട ഏതെങ്കിലും മഹല്ലുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി നിർത്തി മറ്റു മഹല്ലുകളുടെ ഖാദിയായി ബൈഅത്ത് ചെയ്യുന്ന വളരെ ഗാംഭീര്യം വിട്ടു നിൽക്കുന്ന ഒരു സദസ്സാണിത്. ഈ ജില്ലയിലെ മഹാന്മാരായ പണ്ഡിതന്മാരും ഈ ജില്ലയിലെ നേതാക്കന്മാരും ഈ സദസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ ജില്ലയുടെ ഒരു ക്രീമാണ്. ഞാൻ പറയുന്നത്, സംയുക്ത ജമാഅത്ത് മറ്റൊരു മേഖലയിൽ സംയുക്ത ജമാഅത്ത് സജീവമായി പ്രവർത്തിക്കുന്ന കാലഘട്ടം മഹാനായ സുൽത്താനുൽ മഹഖഖി മുസ്താദുൽ അസാത്തിദ് ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവர்கள் അവിടെ 80-ൽ പരം മഹല്ലുകളുടെ ഖാദിയായി ബൈഅത്ത് ചെയ്യപ്പെട്ടിരുന്നു. മഹാനവറുകളുടെ വഫാത്തിന് ശേഷം സമസ്തയുടെ പ്രസിഡന്റായുള്ള മഹാനായ പാണക്കാട് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ അസ്ഹരി അവരുകളെയാണ് ഷെയ്ഖുനയുടെ പിൻഗാമിയായി മറ്റൊരു മേഖലയിൽ ഖാദിയായി നിയമിച്ചത്. അതിനുശേഷം കണ്ണൂർ ജില്ലയിലെ മറ്റ് മേഖലകളിൽ കൂടി മഹാനായ അസ്ഹരി തങ്ങളെ ഖാദിയായി ബൈഅത്ത് ചെയ്തുകൊണ്ട് ജില്ലാ ഖാദിയായി മഹാനായ തങ്ങൾ വളരെ വർഷങ്ങളോളമായി പ്രവർത്തിച്ച് വരികയാണ്. മൂപ്പരുടെ അനാരോഗ്യമാണ് ഇങ്ങനെ മറ്റൊരു ഖാദിയെ തെരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടായത്. ഇവിടെ ഖാദി ബൈഅത്ത് നമ്മൾ തീയതി പ്രഖ്യാപിച്ചപ്പോൾ ഇതിന്റെ മുമ്പ് തന്നെ ഒരു ബൈഅത്ത് ചടങ്ങ് വേറെ ചില ആളുകൾ പ്രഖ്യാപിച്ചിരുന്നു. നമ്മൾ 14-ാം തീയതി പറഞ്ഞപ്പോൾ അവർ 11-ാം തീയതി പറഞ്ഞു. അവർ ധരിച്ചത് അങ്ങനെ ഖാദി ബൈഅത്ത് പറഞ്ഞാൽ ഈ ജില്ലയിലെ മുഴുവൻ മഹല്ലുകളും അങ്ങോട്ട് ഒഴുകും എന്നോ ദിവാസ്വപ്നം കണ്ടുകൊണ്ടാണ് അവരങ്ങനെ ഒരു ബൈഅത്ത് ചടങ്ങ് ഏർപ്പാട് ചെയ്തത്. പക്ഷെ അത് ആരുമില്ലാത്ത സാന്നിധ്യത്തിൽ അത് അലങ്കോലമായി പിരിഞ്ഞു പോകേണ്ടി വന്നു എന്ന വസ്തുത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ബൈഅത്ത് നടന്നില്ല എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബൈഅത്ത് നടക്കുന്നു എന്ന വാർത്ത നമ്മൾക്ക് പത്രത്തിൽ വമ്പിച്ച് ഗംഭീരമായി കണ്ടു. പക്ഷെ ബൈഅത്ത് നടന്ന വർത്താൻ അറിഞ്ഞില്ല. പോയ ആളുകളോട് പറഞ്ഞത് ഇപ്പൊ ബൈഅത്തില്ലാത്ത മാറ്റിവെച്ചു. പിന്നെ ഇവിടെ ഞാൻ പറയുന്നത്, സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവരിതും ഒരു ഫിത്നയുടെ വഴിയായി തെരഞ്ഞെടുക്കരുത് എന്ന് വിനയ പുരസ്സരം പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുക. കാരണം ഇപ്പോൾ ഒരാൾ പ്രസംഗിച്ചു, ഖാദി ബൈഅത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് കുട്ടിക്കളിയാക്കരുത്. തളിപ്പറമ്പിൽ ഒരു വലിയ സമ്മേളനത്തിൽ വെച്ച് ഒരു വലിയ നേതാവ്, അഖിലേന്ത്യാ നേതാവ് അങ്ങനെ പ്രസംഗിച്ചു. അത് സത്യത്തിൽ പുറത്തിരിക്കുന്ന കുറെ മനുഷ്യന്മാരോട് തിരിഞ്ഞിട്ട് പ്രസംഗിക്കേണ്ടത്, ഇങ്ങോട്ട് നോക്കിയിട്ടില്ല, അങ്ങോട്ട് നോക്കി പ്രസംഗിക്കും. ഖാദി ബൈഅത്ത് കുട്ടികളിയാക്കാൻ ശ്രമിച്ചത് അവരാണ്, നമ്മളാരുമല്ല. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇപ്പോഴും ഒരാൾ പറയുന്നു ഞാൻ ജില്ലയുടെ ഖാദിയാണ്. ജില്ലയുടെ ഖാദിയാണ് എന്ന് പറയുന്ന ആളുകൾ ആലോചിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിപ്പോൾ സാധാരണ കേരളത്തിൽ മാസപ്പിറവിപ്പ് ഉറപ്പിക്കുക പാണക്കാട് തങ്ങന്മാരും അതുപോലെ സംസ്ഥയുടെ ജനറൽ സെക്രട്ടറിയായ ചെറുശ്ശേരി ഉസ്താദും അതുപോലെ കോഴിക്കോട് ഖാദിമാരും ഒക്കെ പറയുന്നതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകും. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരീക്ഷണം നടത്തി കുറെ സംയുക്ത ഖാദിമാർ, ജില്ലാ ഖാദിമാർ, അവരെല്ലാം കൂടി റംസാൻ മാസം
29 പറഞ്ഞു നാളെ പെരുന്നാളാണ്. അത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ പറയേണ്ട ഖാദി ഉണ്ടായിരുന്നു. ഞാൻ കൃത്യമായി ചോദിക്കട്ടെ, അങ്ങനെ ഖാദി പറഞ്ഞിട്ട് കണ്ണൂർ ജില്ലയിലെ ഇത്ര മഹല്ലുകളാണ് പെരുന്നാൾ ആഘോഷിച്ചത് എന്ന് പറയാൻ ധൈര്യമുണ്ട്? ഒരു മഹല്ലെങ്കിലും, ഏത് ഒരു മഹൽ, സിംഗിൾ 500-ൽ പരം മഹലുള്ള കണ്ണൂർ ജില്ലയിൽ ഒരു മഹല്ല് പോലും ആ ഖാദി പറഞ്ഞത് അനുസരിച്ചില്ല എന്ന് പറഞ്ഞാൽ തന്നെ അപ്പനെ അന്നേരം നിർത്തണോ? അന്നേരം നിർത്തേണ്ടതാണ്. ഇത് കുട്ടിക്കളിയല്ല എന്ന് നിങ്ങളാ മനസ്സിലാക്കേണ്ടത്. ഇത് കുട്ടിക്കളി, ഇത് ഗൗരവമുള്ള കളിയാണ്. ഈ ഇരിക്കുന്ന കുട്ടികളല്ല. കണ്ണൂർ ജില്ലയിലെ 500ഓളം മഹല്ലുകളിൽ 264 മഹല്ലിലെ അഹ്ലുൽ ഹല്ല് വൽ അഖദ് തെരഞ്ഞെടുത്തയച്ച പ്രമുഖന്മാരായ ഉമറാണ് എന്റെ ഇടതുഭാഗം ഇരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഉമറാണിത്. മഹല്ലിൽ നിന്ന് ബൈഅത്ത് ചെയ്യാൻ ചുമതലപ്പെടുത്തിയ ആളുകളാണ് ഇരിക്കുന്നത്. അല്ലാതെ കുട്ടിക്കളിയായി എന്തെങ്കിലും പ്രഹസനം നടത്താൻ വേണ്ടി കടന്നു വന്നവരല്ല. ഇതൊന്നാം ബൈഅത്ത് ചടങ്ങാണ്. 500ഓളം മഹല്ലുകൾ ഈ ജില്ലയിലുണ്ട്. നമ്മുടെ സംയുക്ത ജമാഅത്ത് രജിസ്റ്റർപ്പെട്ട മഹല്ലുകൾ. അതിൽ കുറച്ച് മഹല്ലുകളിൽ നേരത്തെ ബൈഅത്ത് ചെയ്യപ്പെട്ട ഖാദികളുള്ള മഹല്ലുണ്ട്. അത് വീണ്ടും ബൈഅത്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്നു. എന്നാലും ഞാൻ പറയട്ടെ, ഒരു 100-400 മഹല്ലുകൾ ഈ ജില്ലയിൽ ബൈഅത്ത് ചെയ്യാൻ നമ്മുടെ കൂടെയുണ്ട്. അതിൽ 264 മഹല്ലുകൾ ഇന്നിവിടെ ബൈഅത്ത് ചെയ്യപ്പെടും. 264 മഹല്ലുകൾ. ഇത് കുട്ടിക്കളിയല്ല എന്ന് വളരെ വ്യക്തമായി ലോകത്തോടെ അത് പ്രഖ്യാപിക്കുന്നു. കണ്ണൂർ ജില്ലയിലെ മണൽ തടികൾ പോലും കേരളീയ സമൂഹത്തെ, മുസ്ലിം സമൂഹത്തിന്റെ ആത്മീയാചാര്യൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഈ ജില്ലയുടെ നായകത്വം ഏറ്റെടുക്കുന്നു എന്നതിൽ കണ്ണൂർ ജില്ലയിലെ മണൽ തടികൾ പോലും ഈ സായം സന്ധ്യയിൽ ഹർഷപുളകിതമാണ്. ഇവിടെ ഓരോ മുമ്മിനീങ്ങളും മുമ്മിനാത്തുകളും ആവേശഭരിതരാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മഹാനായ തങ്ങൾക്ക് ഈ ജില്ലയെ ഒറ്റക്കെട്ടായി മുമ്പോട്ട് നയിക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ദീർഘായുസ്സോടുകൂടി ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇവിടെ പങ്കെടുത്ത മഹാന്മാർ, സ്റ്റേജിലുള്ള മഹാന്മാരെ തന്നെ പേര് മുഴുവനും ഞാൻ പറയുന്നില്ല. ഇവിടെ ഇന്ന് ചടങ്ങിൽ സംബന്ധിക്കുന്ന ഏറ്റവും പ്രഗത്ഭരായ VVIPകളെ മാത്രം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബാക്കി എല്ലാവരെയും ഒറ്റവാക്കും. കാരണം സദസ്സിലുണ്ട് ഒരുപാട് മഹാന്മാരും ആലിമീങ്ങളും നേതാക്കന്മാരും, സ്റ്റേജിലുമുണ്ട് ഒരുപാട് മഹാന്മാരും ആലിമീങ്ങളും നേതാക്കന്മാരും. അതുകൊണ്ട് എല്ലാവരെയും ഞാൻ സ്വാഗതം പറയുന്നില്ല. സമയം അല്പം വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സ്വാഗതത്തിലേക്ക് കിടക്കുന്നു. ഈ മഹത്തായ ചടങ്ങിൽ നമ്മുടെ ഖാദിയാവാനുള്ള നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് സഭയും സംബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ മഹാനായ നേതാവ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ മഹാനവറുകളെ കണ്ണൂർ ജില്ലാ സംയുക്ത ജമാഅത്തിന് വേണ്ടി ഞാൻ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. മഹാനായ കോഴിക്കോട് ഉസ്താദ് നഗറിൽ തടിച്ചുകൂടിയ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ ഇവിടെ പ്രാർത്ഥന നിർവഹിച്ച നമ്മുടെ ഇതുവരെ നമുക്ക് നേതൃത്വം വഹിച്ച മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ കാലഘട്ടത്തിലും അതുപോലെ അസ്ഹരി തങ്ങളുടെ കാലഘട്ടത്തിലും നായിബ് ഖാദിയായി നമുക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദ് KM ഹാഷിം കുഞ്ഞി തങ്ങൾ അവരുടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ പ്രഭാഷണം നിർവഹിച്ച ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുണ്ട്. അതുപോലെ നമ്മുടെ ഈ മീറ്റിംഗിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് PP ഉമ്മർ മുസ്ലിയാർ, സംസ്ഥയുടെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്, കേന്ദ്ര മുഷാവറയുടെ പ്രമുഖ അംഗമാണ്. ബഹുമാനപ്പെട്ടവരെയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ നമ്മൾ ക്ഷണിച്ചിരുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി, കേന്ദ്ര സഹമന്ത്രി പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബിനെയായിരുന്നു. മൂപ്പർക്ക് ഈ പ്രത്യേക സാഹചര്യത്തിൽ വെല്ലൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അത്യാവശ്യമായി ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മഹാനവറുകൾ തങ്ങളെ തന്നെ നേരെ വിളിച്ച് തങ്ങളുടെ അഹമ്മദ് സാഹിബിന്റെ ആശംസയും അറിയിച്ചിട്ടുണ്ട്. അഹമ്മദ് സാഹിബ് പ്രത്യേകം ദുആ ചെയ്യാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവരെ അഭാവത്തെ സ്വാഗതം ചെയ്യുന്നു. പകരം നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുൽ അസാത്തിയത് പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥയുടെ സമുന്നതനായ പണ്ഡിത ശ്രേഷ്ഠനായ നേതാവ്, അതുപോലെ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിന്റെ പ്രിൻസിപ്പൽ. ബഹുമാനപ്പെട്ട മഹാനവറുകളെ നിങ്ങൾക്ക് ഞാൻ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് പ്രൗഢോജ്വല വാഗ്മിയായ നമ്മുടെ പ്രിയങ്കരനായ കേരളത്തിന്റെ അഭിമാനമായ മുഖ്യ പ്രഭാഷണം നടത്തുന്ന അബ്ദുസമദ് പൂക്കോട്ടൂർ അവരുകളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ വേറൊരു പൂക്കോട്ടൂരും പ്രസംഗിച്ചിരുന്നു. നമ്മുടെ പൂക്കോട്ടൂര്
സഖാഫി പ്രസംഗിച്ചു പോയി. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുന്നു. വടംപള്ളിക്ക് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ ബയ്യത്ത് കാർമികത്തിന്റെ നേതൃത്വം വഹിക്കുന്നത് നമ്മുടെ ജില്ലയുടെ അഭിമാനമായ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ആവേശമായ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിനെ നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുള്ള സാധ്യത PKP അബ്ദുസലാം മുസ്ലിയാർ മഹാനവറുകളാണ് ഈ കാർമികത്വത്തിന് നേതൃത്വം വഹിക്കുന്നത്. മഹാനവറുകളെയും നിങ്ങൾക്ക് ഇവിടെ ആദരവോട് സ്വാഗതം ചെയ്യുന്നു. മഹാനവറുകൾക്ക് അല്ലാഹു ദീർഘായുസ്സോടുകൂടി ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ നിങ്ങളോട് ഞാൻ വിനയപുരസ്സരം അപേക്ഷിക്കുന്നു. 40 പേർ വീതമുള്ള ഒരു ബാച്ചായിട്ടാണ് ബയ്യത്ത് നിർവഹിക്കുക. ആ 40 പേരെ വിളിക്കുമ്പോൾ അവർ എഴുന്നേറ്റ് നിന്ന് പ്രത്യേകം ആ ചടങ്ങിൽ പിന്നെ അവരിരുന്ന് പിന്നെ 40 പേർ അങ്ങനെ എല്ലാവരും 264 ആളുകളെ ഒന്നിച്ച് ബയ്യത്ത് ചെയ്ത് ഇറങ്ങിനേക്കാൾ ഭംഗി അതാണ് ഞാൻ നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചതാണ്. അതുകൊണ്ട് 40 പേരുടെ ബാച്ചാണ് ഇവിടെ നടക്കുക. ആ നിലക്ക് സഹകരിക്കണം എന്ന് മഹല്ല് ഭാരവാഹികളോടും അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഇവിടെ സ്ഥാനവസ്ത്രവിതരണം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി മഹാനായ കോഴിക്കോട് ഖാദി അവറുകളാണ്. മഹാനവറുകളെയും ഞാൻ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്, കോഴിക്കോട് വലിയ ഖാദി ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് കോഴിക്കോട്ട് മറ്റൊരു ഖാദിയായി ഒരാൾ വന്നത്. അയാളാണ് ഇന്നലെ പ്രസംഗിച്ചത്. ഇത് കൊണ്ട് കുട്ടിക്കളിയാക്കരുത്. കോഴിക്കോട് വലിയ ഖാദി ഹയാത്ത് കാലത്ത് മഹാനായ തങ്ങൾ അതിന് പേരെന്തായിരുന്നു, ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങളുടെ ഹയാത്ത് കാലത്ത് കോഴിക്കോട് ഖാദിയായി സ്വയം പത്രത്തിൽ കൊടുത്ത മഹാൻ ഇന്നലെ തളിപ്പറമ്പിൽ പ്രസംഗിച്ച് ഇത് കുട്ടിക്കളിയല്ല, ഇപ്പൊ സ്വയം തൊഴിൽ തുടങ്ങി. അല്ലാഹ് അൽഹംദുലില്ലാഹ് നന്നാവട്ടെ, നിങ്ങൾക്ക് ഹൈറുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപഹാര സമർപ്പണം ഡോക്ടർ MK മുനിയർ മന്ത്രി എത്തിച്ചേരുന്ന പറഞ്ഞത്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. സർട്ടിഫിക്കറ്റ് വിതരണം ബഹുമാനപ്പെട്ട എം ടി സാഹിത്യം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മഹാനവറുകളെയും സ്വാഗതം ചെയ്യുന്നു. പ്രസംഗം ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലക്കാരനായ സയ്യിദ് അസ്ലം തങ്ങൾ അൽ മഷൂർ അവറുകൾ, ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഉസ്താദ് മാനൂർ അഹമ്മദ് മുസ്ലിയാർ, നമ്മുടെ താഫ പോയില്ലേ, ഉമർ പ്രസംഗിച്ചു പോയതാണ്, ഉമർക്ക് സ്വാഗതം പറയുന്നു. സയ്യിദ് ഉമർ കോയ തങ്ങൾ, KT അബ്ദുള്ള മൗലവി, TS ഇബ്രാഹിം മുസ്ലിയാർ നമ്മുടെ ജില്ലയിലെ ആലിമികളാണ്. അഞ്ചരക്കന്റെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, KP മുഹമ്മദ് മുസ്ലിയാർ, KKP അബ്ദുള്ള ഫേസി, മാനൂർ അബ്ദുറഹ്മാൻ ഫേസി, VK അബ്ദുൽ ഖാദിർ മൗലവി, നമ്മുടെ നേതാവ് മൗലവി സാഹിബ്, പ്രിയപ്പെട്ട വമ്പൻ സാഹിബ്, അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ ബോർഡ് മെമ്പർ, KP നൂറുദ്ദീൻ സാഹിബ്, നമ്മുടെ പ്രിയപ്പെട്ട മുൻമന്ത്രി ക്ഷണിച്ച് നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ടവർക്കും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട നമ്മുടെ CH അബൂബക്കർ ഹാജി, SK ഹംസ ഹാജി, മറിയം അബൂ ഖർബാഖബി, KK മുഹമ്മദ് സാഹിബ്, സയ്യിദ് KPP തങ്ങൾ, ഹാഫിദ് അബ്ദുസലാം ദാരിമി, ഡോക്ടർ അംദ്രു, അരിയൽ മുഹമ്മദ് ദാരിമി, അഫ്സൽ രാമന്തളി, അഹമ്മദ് തെർലായി, PT മുഹമ്മദ് മാസ്റ്റർ, അബ്ദുസ്മദ് മുട്ടം എന്നീ ലിസ്റ്റിൽപ്പെട്ട എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. മാണിക്കോട്ട് മഷൂദ് ഹാജി അവരുകൾക്കും സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ആശംസിക്കുന്നു. സ്റ്റേജിൽ ധാരാളം ആലിമീങ്ങളും അതുപോലെ സാദാത്തുക്കളും വേറെയുമുണ്ട്. അവർക്കെല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും ഒറ്റ വാക്കിൽ ഒന്നുകൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട PP ഉമർ മുസ്ലിയാർ അവരുടെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.